ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കയ്യിൽ പണമില്ലാത്ത അവസ്ഥയുടെ ഒപ്പമാണ് ഈ SDRF-ലെ 132 കോടി രൂപ ഈ രക്ഷാപ്രവർത്തനം നടത്തിയതിൻ്റെ. അതും ഇത്രയും കാലം ഈ വയനാട് രക്ഷാപ്രവർത്തനം മാത്രമല്ല, 2006 മുതൽ ഇങ്ങോട്ടുള്ള വ്യോമസേനയുടെ ചെലവായി, ഹെലികോപ്റ്റർ അസിസ്റ്റൻസിന്റെ ചെലവായി 132 കോടി ഈ പറഞ്ഞ കേരളത്തിന്റെ ഫണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്, കുറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇതെങ്ങനെയാണ് നേരിടാൻ കഴിയുക? അഭിലാഷ്, ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും ഒരു വലിയ ദുരന്തം നടന്ന അതിൻ്റെ എല്ലാ ദുഃഖഭാരങ്ങളും പേറി നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ മുന്നിലേക്ക്, ഒരു വീട്ടുമുറ്റത്തേക്ക് ഒരു നീച അല്ലെങ്കിൽ ഒരു നികൃഷ്ട പ്രവൃത്തിയുമായി എത്തുന്ന ഈ ബ്ലൈഡ് മാഫിയയുടെ മനോഭാവത്തിലേക്ക് ഒരു കേന്ദ്ര ഗവൺമെൻറ് മാറാൻ പാടുണ്ടോ? ഒരു ഔചിത്യവുമില്ലാതെ, ഒരു മനുഷ്യപ്പറ്റുമില്ലാതെ ഒരു ദുരന്തം നടന്ന വീട്ടുമുറ്റത്തേക്ക് എത്തുന്ന ബ്ലൈഡ് മാഫിയക്കാരൻ്റെ മനോഭാവത്തിലേക്ക് ഒരു കേന്ദ്ര ഗവൺമെൻറ് മാറുകയാണ്. അതുകൊണ്ടാണ് കോടതി ഇന്ന് വളരെ ഗൗരവത്തോടുകൂടി സെൻട്രൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിമർശനം ചൊരിയുന്നത്. കോടതി തങ്ങളുടെ മുന്നിലുള്ള നിയമപരമായ കാര്യങ്ങളോടൊപ്പം ഈ സമൂഹത്തിൽ ഒരു കോടതിയുടെ ഉത്തരവാദിത്തം എന്താണ് എന്നത് കൃത്യമായും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ഇപ്രകാരമുള്ള വാടക ചോദിച്ച് ഒരു നാടിന് ഇങ്ങനെ അവരോട് പെരുമാറാൻ പാടുണ്ടോ? 2017 എയർലിഫ്റ്റിംഗ് ചാർജ് ഇപ്പോൾ ചോദിച്ചത് എന്തിനാണെന്ന ചോദ്യം കോടതിയുടെ അങ്ങേയറ്റത്തെ മനുഷ്യത്വത്തിൻ്റെ ലക്ഷണമാണ്. BJPയുടെ നേതാവ് ഇപ്പോഴും സംസാരിക്കുന്നത് ഇതൊക്കെ എന്തോ സ്വാഭാവികമാണ് തങ്ങൾ ചോദിച്ച ഈ കണക്കുകൾ എന്ന മട്ടിലാണ്. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത്, ഈ കേരളം നേരിടുന്ന ഒരു സ്വാഭാവിക സാഹചര്യമല്ല, ഒരു സാധാരണ സാഹചര്യമല്ല, അസാധാരണമായ ഒരു ദുരന്തത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ് നമ്മളോട് കഴിഞ്ഞ കാലത്തെ കണക്കുകളും പേറി സെൻട്രൽ ഗവൺമെൻറ് വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു കോടതി അതിനോട് പ്രതികരിക്കുന്നത്? നമുക്ക് 4 മാസമായി ഒരു നയാ പൈസ ഈ സ്റ്റേറ്റിന് വേണ്ടിയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ദുരന്ത നിവാരണത്തിന് വേണ്ടിയും തരാത്ത ഒരു ഗവൺമെൻറ് 16-17 എയർലിഫ്റ്റിങ്ങിൻ്റെ ചാർജ് ഉൾപ്പെടെ വന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ മനസാക്ഷിയുള്ള ആരെങ്കിലും ചോദിക്കുമോ? നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് സഹായം തരണം, ഈ ഡിസാസ്റ്റർ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായം നമുക്ക് തരണം എന്ന് ചോദിക്കുമ്പോൾ ഒരു ഔചിത്യം പോലും ഇല്ലാതെയല്ലേ ഈ സെൻട്രൽ ഗവൺമെൻറ് നമ്മളോട് ഈ കണക്ക് പറയുന്നത്? ഇത് യഥാർത്ഥത്തിൽ ബ്ലൈഡ് മാഫിയക്കാരൻ്റെ മനോഭാവത്തിലേക്ക് ഒരു ഗവൺമെൻറ് മാറുകയല്ലേ? നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയാണോ അഭിലാഷേ? ഒരു കേരളം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയാണോ? ഒരു പ്രൈവറ്റ് കമ്പനിയോട് പുലർത്തേണ്ടുന്ന നിലപാടാണോ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് നിലപാട് കാണിക്കേണ്ടത്? ഈ വയനാട്ടിൽ മരിച്ചവരും അതോടൊപ്പം കുടുംബത്തെ നഷ്ടപ്പെട്ടവരും വീട് നഷ്ടപ്പെട്ടവരും ഒക്കെ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ മനുഷ്യരാണ്, ഒരു രാജ്യത്തെ മനുഷ്യരല്ലേ, ഒരു രാജ്യത്തിലെ പൗരസഞ്ചയമല്ലേ, ഒരു സ്റ്റേറ്റിൻ്റെ ഭാഗമല്ലേ? അവരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിക്കാം. നേരത്തെ ഇവിടെ BJPയുടെ നേതാവ് പറയുന്നുണ്ടല്ലോ 153 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു എന്ന കാര്യം. നിങ്ങളത് ചൂണ്ടിക്കാണിച്ചു. എവിടെയാണ് ഇത്? ഏത് കാശിൻ്റെ കാര്യമാണ് പറയുന്നത്? 153 കോടി രൂപ കൊടുക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഇവരുടെ മന്ത്രിതല ഉപസമിതി അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം അനുവദിച്ചതായി ധനകാര്യ മന്ത്രി പറഞ്ഞു, സഹമന്ത്രി പറഞ്ഞു, പങ്കജ് ചൗധരി ലോകസഭയിൽ പറഞ്ഞു. എവിടെ 153 കോടി രൂപ? എവിടെയാണ് അത്? വാസ്തവത്തിൽ 153 കോടി രൂപ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ക്രമീകരിക്കണം എന്ന് ഇവർ പറയുകയാണ്. ഈ പൈസ കൊടുത്തില്ല. യഥാർത്ഥത്തിൽ ഈ തുക അംഗീകരിച്ചെങ്കിലും ഈ പണം കൊടുത്തില്ല. എന്നിട്ട് പറയുന്നു നിങ്ങൾ ഈ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കണം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇത് സ്റ്റേറ്റിലാകെ വിനിയോഗിക്കേണ്ട പണമാണ്. അതോടൊപ്പം നിരവധിയായ പദ്ധതികൾക്ക് വേണ്ടി, നേരത്തെ തന്നെ പറഞ്ഞു, നിരവധി പദ്ധതികൾക്ക് വേണ്ടി ഇനിയും കൊടുക്കേണ്ടുന്ന തുകയാണ് ആകെ നമ്മുടെ കയ്യിലുള്ള ഫണ്ട്. അതിൽ ബാക്കി വളരെ കുറച്ച് പൈസയാണ് അവശേഷിക്കുന്നത്. അപ്പൊ 153 കോടി രൂപ തന്നില്ല. ഇപ്പോ നമ്മളോട് പറയുന്നത് 2016-ലും അതിനു മുമ്പും അതിനുശേഷവും ഒക്കെയുള്ള കടം വീട്ടണം എന്ന് പറയുകയാണ്. അഭിലാഷേ, കടം വീട്ടാൻ നമ്മൾ ഈ രാജ്യത്തെ ജനങ്ങളല്ലേ, കേരളത്തിലെ ജനങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങളല്ലേ?
ഈ രാജ്യത്തെ പിന്നെ ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ? ഈ വയനാട്ടിലെ ജനത എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ മുന്നിൽ ഈ ബ്ലൈഡ് മാഫിയക്കാരനെ പോലല്ലേ കേന്ദ്ര പിന്നെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്? നമ്മളൊരു സ്റ്റേറ്റ് ആണ് അഭിലാഷേ. ഒരു സ്റ്റേറ്റിനോട് ഒരു ദുരന്തത്തിന്റെ നോവ് മാറും മുമ്പേ പഴയ കണക്ക് ലിസ്റ്റും കൊണ്ട് വരികയാണ്. ഇവരെങ്ങനെ ഒരു ഗവൺമെന്റ് ആകും? ഇവരൊരു ഗവൺമെന്റ് അല്ല. കേന്ദ്ര ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് അല്ല. ഇത് ഒരു നാടിനെ മുഴുവൻ നമ്മൾ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്? ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ നമ്മള്? ഒരു രാജ്യത്തിന്റെ ഭാഗമായ ജനതയോട് കള്ളക്കണക്കും കൊണ്ടുവന്ന് നമ്മുടെ പണം പിരിക്കാൻ പോലെ തരാനുള്ളത് തരണം. അർഹമായ പണം തന്നിട്ട് കണക്ക് പറ. ഒരു നയ പൈസ ഈ കേരളത്തിന് തന്നിട്ടില്ല. അതിനുശേഷം കള്ളക്കണക്കും എഴുന്നള്ളിച്ചുകൊണ്ട് വരികയാണ്. ശക്തമായ പ്രതിഷേധം ഉയരണം. ശരി.